നമസ്കാരം, എല്ലാവർക്കും എൽബിൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. ഇത് നമ്മളുടെ ഫിലിം മേക്കിംഗ് ടിപ്സിന്റെ 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ആ ഒരു 3 വീഡിയോയിലൂടെ നമ്മൾ ഏകദേശം മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു ത്രെഡിനെ ഒരു വൺ ലൈൻ ആക്കി, ആ ഒരു വൺ ലൈനെ നമ്മളൊരു കഥയാക്കി, ആ ഒരു കഥയെ നമ്മളൊരു തിരക്കഥയാക്കി, ആ തിരക്കഥയിൽ നിന്നും നമ്മളൊരു 5 മിനിറ്റ് ദൈർഘ്യം വരുന്ന ഒരു ചെറിയ ഷോർട്ട് ഫിലിമും തയ്യാറാക്കി. അപ്പോൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ആ ഒരു ഷോർട്ട് ഫിലിമാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോറി ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കാണും. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ആ ഒരു ഷോർട്ട് ഫിലിം ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ ഞാനതിവിടെ പ്ലേ ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. മോനപ്പ അനന്തൻ 2 വിളിക്കുന്നു. എടുത്തിട്ട് എന്താന്ന് ചോദിക്കും. ഹലോ. അമ്മ മോനപ്പനില്ലേ? മോനെ, അവൻ തുണി കഴിവെന്ന്. അമ്മ അവൻ്റെ അടുത്തൊരു അത്യാവശ്യ കാര്യം ചോദിക്കാണ്, ഒന്ന് ഫോൺ കൊടുക്കൂ. കൊടുക്കാം മോനെ, കൊടുക്കാം. എന്തോ അത്യാവശ്യ കാര്യമാന്ന്. ഹലോ, പറയടാ. അളിയ, എനിക്കൊരു സഹായം ചെയ്യണടാ. എന്തുവാടാ, നീ കാര്യം പറ. എവിടുന്നേലും ഒരു 5000 രൂപ മറിച്ച് തരുമെന്ന്. 5000 രൂപ? എടാ, എൻ്റെ കയ്യിൽ നിന്ന് എവിടെ നിന്നാടാ? ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കാനാ? എടാ, ഇനി ചോദിക്കാനായിട്ട് ആരുമില്ല. അവസാനമായിട്ടാണ് നിന്നെ വിളിച്ചത്. അപ്പം എവിടുന്നെങ്കിലും ഒരു 5000 രൂപ മറിച്ചാടാ. എടാ, എൻ്റെ കയ്യിലാന്ന് EMI അടയ്ക്കാനുള്ള പൈസയേ ഉള്ളൂ. അതാണ് അടുത്ത ആഴ്ച എനിക്ക് അടയ്ക്കുകയും വേണം. ഞാൻ അടുത്ത ആഴ്ച മുമ്പ് നിനക്ക് തരാം. അത്രയ്ക്ക് അത്യാവശ്യം വേണ്ട. എടാ, എന്നാൽ ഞാൻ പൈസ തരാം. എൻ്റെ കയ്യിലിപ്പോൾ ഇല്ല, അക്കൗണ്ടിൽ കിടക്കുക. ഒന്ന് താടാ, ഞാൻ തിരിച്ച് തരാടാ. ഞാൻ GPay ചെയ്യാം. ശരി, ഒന്ന് ചെയ്തേ. പറടാ. അളിയ, എടാ, മറ്റേ പൈസയുടെ കാര്യം എന്തായി? EMI അടയ്ക്കാനുള്ള സമയമായി കേട്ടാ. എടാ, ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഞാൻ ഇപ്പോൾ പുറത്തേക്കുക. ഞാൻ വന്നിട്ട് വിളിക്കേ. എടാ, വന്നിട്ട് വിളിക്കാം. നീ എന്തോ ആലോചിച്ചോണ്ടിരിക്കുക? 2 ദിവസം ആയില്ലേ? അതല്ലേ മറ്റേ EMI അടയ്ക്കാനുള്ള സമയം കഴിഞ്ഞ്. അവനന്ന് പൈസ ഇതുവരെ തന്നില്ല. വിളിച്ചിട്ടാണ് ഫോണും എടുക്കുന്നില്ല. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? കയ്യിലിരുന്ന കാശ് കൊടുത്തപ്പോ ആലോചിക്കണമായിരുന്നു. അമ്മ, അവൻ്റെ അന്നേരത്തെ അവസ്ഥ കണ്ടപ്പോൾ കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല. പൈസ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുക്കാൻ നോക്ക്. ചേട്ടാ, ഒരു ചായ. ചായ പറഞ്ഞായിരുന്നു. നീ എന്താ വിളിച്ച ഫോൺ എടുക്കാതെ? അളിയ, അത് ഞാൻ കുറച്ച് തിരക്കായി പോയിരുന്നടാ, അതാ ഞാൻ വിളിച്ചിട്ട്. എന്താ നീ കളിക്കാതെ പൈസ തന്നേ? ഒരാഴ്ച എന്ന് പറഞ്ഞ് നീ മേടിച്ചോണ്ട് പോയതാ. ഇപ്പം നീ വിളിച്ചാൽ ഫോണും എടുക്കത്തില്ല, കയ്യിൽ പൈസ ഇല്ല. എടാ, നീ ഇപ്പം എന്ത് ഇങ്ങനെ സംസാരിക്കുന്നത്? നിന്റെ വിചാരം എന്താ എൻ്റെ കൈ പൈസ വെച്ചിട്ട് നിനക്ക് തരാതിരിക്കുകയെന്ന്? നീ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചപ്പോൾ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലേ പറഞ്ഞത്? എടാ, എനിക്കാരുടെയും പൈസയും വേണ്ട, ഒന്നും വേണ്ട. നീ നടങ്ങി. ഞാൻ എന്താ നീ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? EMI മുടങ്ങി കിടക്കുവാടാ. അളിയ, പൈസ ഇങ്ങോട്ടൊന്ന്. ഞാൻ പറഞ്ഞ പൈസ. അനന്താ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ പൈസ തന്നെയല്ലേ, ആരും പറ്റിച്ചോണ്ടൊന്നും പോകത്തില്ല. നീ നടങ്ങ്. ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്തോന്നറിയാം,
നിന്റെ അടുത്ത് വിളിച്ച് പൈസ ചോദിച്ചേ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലും ഉണ്ടല്ലോ ഈ സംസാരം പോടാ. അവന്റെ അന്നേരത്തെ അവസ്ഥ കണ്ടപ്പോൾ കൊടുക്കാതിരിക്കാൻ തോന്നിയില്ല. മോനെ, ഇക്കാലത്ത് നമ്മൾ ആർക്കൊരു ഉപകാരം ചെയ്താലും അത് ദോഷമായിട്ടേ വരുത്തുള്ളൂ. ഇനിയെങ്കിലും ഇങ്ങനെ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെയാണ് ആ ഒരു കഥയെ ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഒരു ഷോർട്ട് ഫിലിം ആക്കി മാറ്റിയത്. അപ്പോൾ ആ ഒരു കഥ നിങ്ങൾക്ക് ആ ഷോർട്ട് ഫിലിമിനകത്തൂടെ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഷോർട്ട് ഫിലിമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത് നിങ്ങൾ കമൻ്റ് ആയിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫിലിം മേക്കർ ആവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി വരുന്ന പുതിയ പുതിയ ഫിലിം മേക്കിംഗ് ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിലൂടെ നമ്മൾ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.